ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PPEയുടെ അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാ ടോപ്പിക്കും എടുത്ത് ഡിസ്കസ് ചെയ്യല്ല, അതിൽ അത്യാവശ്യം വേണ്ടുന്ന ടോപ്പിക്ക് മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിലാണ്. അപ്പോൾ അതിൽ അവസാനം പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റാണ്. അതായത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരമായി നമ്മൾ സ്വന്തമായി അതുണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റും അതുപോലെ തന്നെ പർച്ചേസ്ഡ് അസറ്റും തമ്മിൽ യാതൊരു മാറ്റവുമില്ല. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ യാതൊരു മാറ്റവുമില്ല. കോസ്റ്റ് കണക്കാക്കുന്നത് സെയിം ആയിട്ടാണ്. പക്ഷേ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റിൽ എന്തെങ്കിലും പ്രോഫിറ്റ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയണം. എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയണം. അത് കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ഇപ്പോൾ നമുക്ക് എടുക്കേണ്ട മോഡൽ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നിഷനാണ്, അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മെഷർ ചെയ്യും, ഓരോ വർഷവും മെഷർമെൻറ്റ് നടത്തേണ്ട മെത്തേഡ് എന്താണ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏത് കേസിൽ? ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വലിയ പ്രാധാന്യമുണ്ട്. അതെങ്ങനെയൊക്കെയാണ് വാല്യൂ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ പേജ് നമ്പർ 54 ആണ്, 54ാമത്തെ പേജ് നമ്പറാണ്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ റെക്കഗ്നിഷന് ശേഷം, അതായത് ഇനീഷ്യലി ഒരു അസറ്റ് വാങ്ങിയതിന് ശേഷം എങ്ങനെ അത് റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സാധാരണ രീതിയിൽ രണ്ട് മെത്തേഡുകളായിട്ടാണ് അപ്പോഴുള്ള അക്കൗണ്ടിങ് പോളിസി അനുസരിച്ചിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. രണ്ട് വാല്യുവേഷൻ ടെക്നിക്കാണുള്ളത്. ഒന്ന് കോസ്റ്റ് മോഡൽ. കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് PPE അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലെ ഓരോ ഐറ്റംസും നമ്മൾ ക്യാരി ചെയ്യുന്നത് കോസ്റ്റ് മൈനസ് ഓർ കോസ്റ്റ് ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറച്ച് ഉള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റായിട്ട് വാല്യൂ ചെയ്യുന്നത്. ലെസ് എനി ഇമ്പയർമെൻറ്റ് ലോസ്, എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ലോസസ് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടാണ് കോസ്റ്റ് മോഡലിൽ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് മോഡലിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് മോഡലിൽ കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആൻഡ് എനി ഇമ്പയർമെൻറ്റ് ലോസ്, ഇതാണ് കോസ്റ്റ് മോഡലിൽ വാല്യൂ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റീവാലുവേഷൻ മോഡലാണ്. റീവാലുവേഷൻ മോഡലിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും അസറ്റിൻ്റെ ഫെയർ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? ഫെയർ വാല്യൂ കണക്കാക്കി എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ സബ്സീക്വൻ്റ് ആൻഡ് അല്ലെങ്കിൽ അതുവരെയുള്ള ടോട്ടൽ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇമ്പയർമെൻറ്റ് ലോസൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് കാണിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഫെയർ വാല്യൂ എടുത്തിട്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, റീവാലുവേഷൻ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫെയർ വാല്യൂ കണക്കാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ മാർക്കറ്റ് ബേസ്ഡ് എവിഡൻസ് വെച്ചിട്ടാണ് ഫെയർ വാല്യൂ കണക്കാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വെറുതെ ഒരു വേഗ് ഡയറക്ഷനിലേക്ക് നമ്മൾ പോകരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മാർക്കറ്റ് ഇവാലുവേഷൻ നടത്തി, മാർക്കറ്റ് സ്റ്റഡി നടത്തി, കൃത്യമായിട്ടുള്ള മാർക്കറ്റ് എവിഡൻസ് വെച്ചിട്ടാണ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻക്രീസ് ഓഫ് റീവാലുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് കോംപ്രഹെൻസീവ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഇക്വിറ്റി എന്നുള്ള ബേസിൽ അത് റെക്കഗ്നൈസ് ചെയ്യണം. ഈ മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ കുറേ മുൻപ് വാങ്ങിയിട്ടുള്ള ലാൻഡ് നമ്മൾ വാങ്ങിയിട്ട് കുറേ നാളായി.
അത് റീവാലുവേഷൻ മോഡലിൽ വാല്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിന് വലിയ വില കൂടിയിട്ടുണ്ടായിരിക്കും മിക്കവാറും, അല്ലേ? അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ഇനി കുറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് അത് മാറ്റണം. ഇനി കുറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതും റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ റീവാലുവേഷൻ മോഡൽ 2 കാര്യമാണ് പറഞ്ഞത്. മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്, അല്ലെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇനീഷ്യലി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങി ആ വർഷം നമുക്കറിയാം അതിൻ്റെ കോസ്റ്റ് കാണുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്താണ്? അത് വാങ്ങിയ വിലയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വർഷങ്ങളിലും വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1, 2, 3 വർഷങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വർഷം ഒഴിച്ച് സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന അടുത്ത വർഷങ്ങളിൽ, വരും വർഷങ്ങളിൽ അസറ്റിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതും. അങ്ങനെ ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ള അസറ്റിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ആ ക്യാരിയിങ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാരിയിങ് എമൗണ്ട് കണ്ടുപിടിക്കുക 2 മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റിൻ്റെ വാല്യൂവിനെ വാല്യൂ ചെയ്യുന്നു. ഒന്ന് കോസ്റ്റ് മോഡലും മറ്റൊന്ന് റീവാലുവേഷൻ മോഡലും. കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇമ്പയർമെൻറ്റ് ലോസ് പോലെയുള്ള ഐറ്റംസ് കുറച്ചാൽ അവിടെ കോസ്റ്റ് മോഡൽ വന്നു. റീവാലുവേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷൻ മോഡൽ എന്ത് ചെയ്യുന്നു? അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നു. അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ്? ഫെയർ വാല്യൂ വെച്ചിട്ടാണ്. ആ ഫെയർ വാല്യൂ എവിടെ നിന്നാണ് എടുക്കുന്നത്? മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. മാർക്കറ്റ് ബേസ്ഡ് ഫെയർ വാല്യൂ ആണ്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ? ഫെയർ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. ആ ഫെയർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? അതിൻ്റെ വാല്യൂ കാണേണ്ടത്. അതിന് ശേഷമാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷനും ഇമ്പയർമെൻറ്റ് ലോസൊക്കെ കുറയ്ക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ഈ റീവാലുവേഷൻ മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് റീവാല്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അത് റീവാലുവേഷൻ സർപ്ലസിലേക്ക് കൃത്യമായിട്ട് മാറ്റണം. അതുപോലെ തന്നെ റീവാല്യൂ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലോസ് P&L അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? മാറ്റണം. ഇത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. അടുത്ത ഹെഡ് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ഡിപ്രീസിബിൾ എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയബിൾ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അതിലേക്ക് കൃത്യമായിട്ട് ഡിപ്രീസിയബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങി. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. അപ്പോൾ ഓരോ വർഷവും ഉള്ള ഡിപ്രീസിയബിൾ എമൗണ്ട് എത്രയാണ്? 100 രൂപയാണ്. എത്ര വർഷം കൊണ്ട് ഡിപ്രീസിയേഷൻ കഴിയും? 10 വർഷം കൊണ്ട് ഡിപ്രീസിയേഷൻ കഴിയും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയബിൾ എമൗണ്ട് ആണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഡിപ്രീസിയബിൾ എമൗണ്ട് എത്രയാണ്? 100 രൂപയാണ്, അല്ലേ? 1000 രൂപയാണ് ഡിപ്രീസിയബിൾ എമൗണ്ട്. അത് അലോക്കേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എത്രയാണ്? 100 രൂപയാണ്. അത് ഓരോ വർഷത്തേക്കായിട്ട് എന്ത് ചെയ്യുന്നു? 10 വർഷത്തേക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷനിൽ എമൗണ്ട് എങ്ങനെയാണ് കാണിക്കുക? ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പർച്ചേസ് പ്രൈസ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ആണ് ഡിപ്രീസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ കൂടി പറയേണ്ടി വരും. നമ്മൾ ഒരു ഫാൻ വാങ്ങി 1100 രൂപയ്ക്ക് ഫാൻ വാങ്ങി. അതിൻ്റെ ലൈഫ് 10 വർഷമാണെന്ന് വിചാരിക്കുക. 10 വർഷം കഴിഞ്ഞ് അത് തൂക്കി വിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ വൈൻഡിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. വൈൻഡിങ് ഉണ്ടാവും. കാസ്റ്റ് അയൺ ബോഡിയാണ് അതിൻ്റെ മോട്ടോർ ബോഡി, കാസ്റ്റ് അയൺ ബോഡിയാണ്. പിന്നെ ഇരുമ്പിൻ്റെ ലീഫുകളാണ്. അപ്പോൾ അത് തൂക്കി വിൽക്കുമ്പോൾ നമുക്ക് ഇരുമ്പ് വിലയെങ്കിലും കിട്ടാതിരിക്കില്ല. 100 രൂപ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫാനിൻ്റെ വില 1100 രൂപയാണ്. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 വർഷം കഴിഞ്ഞ് ഫാൻ തൂക്കി വിൽക്കുമ്പോൾ, ആക്രി വിൽക്കുമ്പോൾ അതിന് 100 രൂപയാണ് കിട്ടുക. ഇതിനെയാണ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്, 100 രൂപയ്ക്ക്, അല്ലേ? അപ്പോൾ ഡിപ്രീസിയബിൾ എമൗണ്ട് എങ്ങനെ കാണാം? നമ്മുടെ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1100 മൈനസ് റെസിഡ്യുവൽ വാല്യൂ എത്രയാണ്? 100.
മനസ്സിലായല്ലോ. അപ്പോൾ കിട്ടുന്ന 1000 രൂപയാണ് നമ്മുടെ എന്തായിട്ട് പറയുന്നത് ഡിപ്രീസിയബിൾ എമൗണ്ട്. അപ്പോൾ ഡിപ്രീസിയബിൾ എമൗണ്ട് 1000 രൂപയാണ്. അതിൽ നിന്ന് എങ്ങനെ ഡിപ്രീസിയേഷൻ കണക്കാക്കാം? അതിൻ്റെ ലൈഫ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 100 രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി there are certain principles that over recovery or under recovery of the depreciable amount shall be avoided. അതായത് ഓവർ റിക്കവറി ആൻഡ് അണ്ടർ റിക്കവറി ഒഴിവാക്കുന്നതിന് വേണ്ടി ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താ ഓവർ റിക്കവറി എന്ന് പറഞ്ഞാൽ? ചില കേസുകളിൽ ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കുന്ന ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും, ചില കേസുകളിൽ നമ്മൾ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ചില സമയത്ത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ആവശ്യത്തിൽ കൂടുതലായിരിക്കും, ചില സമയത്ത് ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതലും കുറവും വരാതിരിക്കാൻ വേണ്ടി there are certain principles. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അനുസരിച്ചിട്ടാണ് പ്രിൻസിപ്പിളുകൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. ചാർജ് ഡിപ്രീസിയേഷൻ കമ്പോണൻറ്റ് വൈസ്. അങ്ങനെ കൂടുതലും കുറവൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അനുസരിച്ച് ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്യണം നിർബന്ധമാണ്. കമ്പോണൻറ്റ് വൈസ് ആയിട്ട് ചാർജ് ചെയ്യണം. കമ്പോണൻ്റ് ആയിട്ട് ചാർജ് ചെയ്യണം. എന്താ കമ്പോണൻറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ? ഒരു മെഷീനറിയിൽ പല പാർട്ടുകളുണ്ടെങ്കിൽ ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. രണ്ടാമത്തെ പോയിൻ്റ്, ആനുവൽ റിവ്യൂ ഓഫ് ദ യൂസ്ഫുൾ ലൈഫ് ആൻഡ് റെസിഡ്യുവൽ വാല്യൂ ഓഫ് ദ അസറ്റ്. ഓരോ വർഷവും ആനുവൽ റിവ്യൂ നടത്തണം. എന്തിനെ പറ്റിയിട്ട്? അതിൻ്റെ ലൈഫിനെ പറ്റി, യൂസ്ഫുൾ ലൈഫിനെ പറ്റി ഓരോ വർഷവും എന്ത് ചെയ്യണം? റിന്യൂവൽ സ്റ്റഡി നടത്തണം. അതുപോലെ തന്നെ ആൻഡ് റെസിഡ്യുവൽ വാല്യൂ ഓഫ് ദ അസറ്റ്. ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫാൻ 1000 രൂപയ്ക്ക് 1100 രൂപയ്ക്ക് വാങ്ങി, അത് 10 വർഷം കഴിഞ്ഞാൽ അതിന് 100 രൂപയാണ് നമുക്ക് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ പറയുന്നതാണ്. 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വാല്യൂ കൂടിയാലോ അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞാലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആനുവൽ റിവ്യൂ നടത്തണം. രണ്ട് കാര്യങ്ങൾ ആനുവൽ റിവ്യൂ നടത്തണം. ഒന്ന് അതിൻ്റെ ലൈഫ്, മറ്റൊന്ന് അതിൻ്റെ വാല്യൂ. ഇപ്പം നമുക്കറിയാം, ഈ ഫോട്ടോ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫോട്ടോ നമ്മൾ മുൻപത്തെ ക്യാമറയിലൊക്കെ ഫിലിമൊക്കെ എടുത്തിരുന്ന ക്യാമറയിലുള്ള സമയത്ത്, ആ സമയത്ത് ഫോട്ടോ എടുത്തിരുന്നത് പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനറി ജപ്പാനിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അത് ഓരോ വർഷം കഴിയുമ്പോഴും അതിന് പുതിയ മെഷീനറീസ് വന്നിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ അതിൻ്റെ അത്തരം സ്റ്റുഡിയോസിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ അന്ന് പുതിയ മെഷീനറി എടുക്കുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? അതിന് ലൈഫ് കാണുമായിരുന്നു. 5 വർഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 8 വർഷം ഉപയോഗിക്കാം. പക്ഷേ 1 വർഷം കഴിയുമ്പോഴേക്കും പുതിയൊരു ടൈപ്പ് ഓഫ് മെഷീനറി ഇറങ്ങിയാൽ അപ്പം തന്നെ അതിൻ്റെ ലൈഫ് അവിടെ അവസാനിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കറിയാലോ, സ്മാർട്ട് ഫോൺ അല്ലേ, ഓരോ ദിവസവും പുതിയ മോഡലുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്ന് എന്ത് ചെയ്യണം? ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യണം? റീതിങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത്, റിവ്യൂ നടത്തണമെന്നാണ് പറയുന്നത്. തേർഡ് പോയിൻറ്റ്, ആനുവൽ റിവ്യൂ ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മെത്തേഡിന് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആനുവൽ റിവ്യൂ നടത്തണം. ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് നേരത്തെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ തന്നെ പഠിക്കേണ്ടാവും. അതായത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, റെസിഡ്യുവൽ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാം. ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഇനി അടുത്ത് എന്താണ് യൂസ്ഫുൾ ലൈഫ് എന്ന് നോക്കാം. യൂസ്ഫുൾ ലൈഫ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു അസറ്റ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പീരീഡ് ഓവർ വിച്ച് എൻ അസറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ ഫോർ യൂസ്. നമുക്ക് ഉപയോഗയോഗ്യമാകുന്ന സമയം എത്രയാണെന്ന് കണക്കാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. എത്ര സമയത്തോളം നമുക്ക് ആ പ്രോഡക്റ്റ്, ആ അസറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു, അത്രയും സമയത്തിനെയാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഇനി യൂസ്ഫുൾ ലൈഫ് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാതെ. എക്സ്പെക്റ്റഡ് യൂസേജ് ബൈ ദ എൻറ്റിറ്റി. അതിൻ്റെ യൂസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് യൂസേജ് എന്താണ്? ആ സ്ഥാപനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉപയോഗം എന്താണ്? 2, എക്സ്പെക്റ്റഡ് ഫിസിക്കൽ വെയർ ആൻഡ് ടയർ. പ്രതീക്ഷിക്കുന്ന വെയർ ആൻഡ് ടയർ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. തേയ്മാനം എത്രയാണ്
3 ടെക്നോളജിക്കൽ ഒബ്സലൻസ്, അല്ലേ? ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ മെഷീനറിയുടെയും ടെക്നോളജി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള മെഷീനറിക്ക് കേടില്ലെങ്കിലും അതിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കത് ഉപയോഗയോഗ്യമല്ല. അപ്പോൾ ടെക്നോളജിക്കൽ ഒബ്സലൻസ്. 4ാമത്തെ പോയിൻ്റ്, ലീഗൽ ഓർ സിമിലർ ലിമിറ്റ്സ് ഓൺ ദ യൂസ് ഓഫ് ദ അസറ്റ്. അതിൻ്റെ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലീഗൽ അല്ലാത്ത അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ലിമിറ്റ് എന്തൊക്കെയാണ്, ആ മെഷീൻ ഉപയോഗിക്കാനുള്ള ലിമിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാലോ, പുതിയ മോട്ടോർ വെഹിക്കിൾസൊക്കെ B6 എൻജിൻ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ B4 എൻജിൻ ഉള്ള ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ ഇറക്കിയിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കോടതി ഇടപെടലും ഗവൺമെൻറ് ഡയറക്ഷനൊക്കെ വെച്ച് B6 വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇറക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ആ B4 ഉള്ള വണ്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ലീഗലായിട്ടുള്ള സിമിലർ ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് ഒരു മെഷീൻ്റെ, ചുരുക്കി പറഞ്ഞാൽ ഒരു അസറ്റ് ഉപയോഗയോഗ്യമാണോ എന്ന് നോക്കേ വേണ്ടൂ. അതിന് ഇത്രയും 4 പോയിൻറ്റ്സ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അടുത്തായിട്ട് റെസിഡ്യുവൽ വാല്യൂ ആണ്. റെസിഡ്യുവൽ വാല്യൂ ഞാൻ പറഞ്ഞു എന്താണ്? റെസിഡ്യുവൽ വാല്യൂ ഇസ് ദ വാല്യൂ ഡിറ്റർമിൻഡ് ഓർ കളക്റ്റഡ് ആഫ്റ്റർ ദ യൂസ് ഓഫ് ദി അസറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു അസറ്റ് യൂസ് ചെയ്തതിന് ശേഷം അത് വിൽക്കുമ്പോൾ, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ റെസിഡ്യുവൽ വാല്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടും റെസിഡ്യുവൽ വാല്യൂ നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നോർമലി ദ റെസിഡ്യുവൽ വാല്യൂ ഓഫ് എൻ അസറ്റ് ഈസ് നോട്ട് മോർ ദാൻ 5%. ഇതിൽ നമുക്കുള്ള അല്ലെങ്കിൽ ഈ IFRS ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് 5% കൂടുതൽ വരാനുള്ള സാധ്യതയില്ല എന്തിൻ്റെ? കോസ്റ്റിൻ്റെ. അപ്പോൾ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 5%-നേക്കാൾ കൂടുതൽ പോകാനുള്ള ഒരു കാര്യം ഉണ്ടാവാറില്ല, സാധാരണ ഗതിക്ക് ഉണ്ടാവില്ല. ഇൻ കേസ് ഇറ്റ് എക്സീഡ്സ് 5%, എന്ത് ചെയ്യണം? ദ ഫാക്ട് ഷാൾ ബി ഡിസ്ക്ലോസ്ഡ് ഗിവിങ് ബേസിസ് ഓഫ് സച്ച് എസ്റ്റിമേഷൻ. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഈ റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്ന 5%-നേക്കാൾ കൂടുതലാണ്, നമ്മുടെ അസറ്റ് അത്രയും നല്ല അസറ്റാണ്, നമ്മുടെ അസറ്റിന് നോർമലി 5%-നേക്കാൾ കൂടുതൽ വാല്യൂ വരും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ആ പറയുന്ന ആ ആക്ടിനെ അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിനെ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എന്ത് സിറ്റുവേഷനിലാണ് അത് പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇൻ പ്രാക്ടീസ് the residual value of an asset is often insignificant and therefore immaterial in the calculation of the depreciable amount. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നൊരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് റെസിഡ്യുവൽ വാല്യൂ ഇമ്മെറ്റീരിയലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5%-നേക്കാൾ താഴെ വളരെ വില കുറവുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ടാണ് അതിൽ നിന്ന് റിയലൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഫോർ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഇൻ പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അതിൽ റെസിഡ്യുവൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ ദ ലൈഫ് ഓഫ് ദ മെഷീൻ. അത് ചെയ്താലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുക, അല്ലേ? വ്യക്തമായിട്ട് ഡിപ്രീസിയേഷൻ കിട്ടാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ ദ ലൈഫ് ഓഫ് ദ മെഷീൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയബിൾ എമൗണ്ട് കിട്ടും, അല്ലേ? പക്ഷേ ഇവിടെ പറയുന്ന നോർമലി ഡിപ്രീസിയബിൾ എമൗണ്ട് 5%, റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഈ റെസിഡ്യുവൽ വാല്യൂവിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ കുട്ടികൾ മനസ്സിലാക്കുക. അടുത്തത് കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ
അതിൽ ഓരോ കമ്പോണൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ നടത്തണമെന്ന് വ്യക്തമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിഷ്കർഷിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത്. അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എത്രയൊക്കെ പാർട്ടുകൾ സെപ്പറേറ്റ് ആക്കാൻ പറ്റുമോ അത്രയും പാർട്ടുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിപ്രീസിയേഷൻ കാണാൻ. ആ അപ്രോച്ചിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കുട്ടികൾ പറയുക, ഇറ്റ് ഈസ് ദ അപ്രോച്ച് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഓൺ കമ്പോണൻറ്റ് വൈസ്. ഇറ്റ് ഈസ് ദ അപ്രോച്ച് ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ഓർ ടു അലോക്കേറ്റ് ഡിപ്രീസിയേഷൻ ഓൺ എന്താണ്, കമ്പോണൻറ്റ് വൈസ്. ഓരോ കമ്പോണൻറ്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഡിപ്രീസിയേഷൻ അലോക്കേറ്റ് ചെയ്യുന്ന, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കമ്പോണൻറ്റ് വൈസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ നോക്കാം നമുക്ക്. ഡിപ്രീസിയേഷൻ ബിഗിൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ എവിടെ തുടങ്ങും? ഡിപ്രീസിയേഷൻ എപ്പോഴാണോ ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത് അന്ന് മുതൽ ഡിപ്രീസിയേഷൻ തുടങ്ങും അല്ലേ? എപ്പോഴാണോ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് നമ്മുടെ ലേഔട്ടിലേക്ക് എത്തിക്കുന്നത് അന്ന് മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഡിപ്രീസിയേഷൻ സീസ് ചെയ്യുന്നതെന്നാണ്. ഡിപ്രീസിയേഷൻ ഓഫ് എൻ അസറ്റ് സീസസ് at the earlier of the date that the asset is classified as held for sale. എന്നാണോ അസറ്റ് വിൽക്കാൻ വേണ്ടി മാറ്റിവെച്ചത് അല്ലെങ്കിൽ എന്നാണോ അസറ്റ് നമ്മുടെ റോളിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് അന്ന് മുതൽ അതിൻ്റെ ആദ്യ ഡേറ്റ് മുതൽ എന്താണ്, ഡിപ്രീസിയേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, സീസ് ചെയ്യണം. അപ്പോൾ എന്നാണോ ഒരു അസറ്റ് വിൽക്കുന്ന അസറ്റുകളുടെ പട്ടികയിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ എന്നാണോ ഒരു അസറ്റ് ഒബ്സലൻസ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നത് അന്ന് മുതൽ ആ അസറ്റ് എന്തിൻ്റെ പട്ടികയിലേക്ക് വരുന്നു, ഡിപ്രീസിയേഷൻ സീസ് ചെയ്യുന്ന പട്ടികയിലേക്ക് വരുന്നു. അപ്പോൾ എന്നാണ് തുടങ്ങുക, എന്നാണോ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റോളിലേക്ക് ഈ മെഷീൻ വരുന്നത് അന്ന് മുതൽ തുടങ്ങും. എന്നാണോ അവിടെ നിന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ എന്നാണോ വിൽക്കുന്ന പട്ടികയിലേക്ക് മാറ്റുന്നത് അന്ന് മുതൽ ഡിപ്രീസിയേഷൻ നിർത്തും. ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ചെറിയ 1-2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ഇത് നേരത്തെ കുട്ടികൾ S2 അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ അത് തീർക്കാം. ഇപ്പോൾ BBA കുട്ടികൾക്ക് അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ അത് എടുക്കാം. ഇല്ലസ്ട്രേഷൻ 20 പേജ് നമ്പർ 56 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ചന്ദ്ര ലിമിറ്റഡ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഫോർ ₹50 lakhs. ചന്ദ്ര ലിമിറ്റഡ് ഒരു പ്ലാന്റ് വാങ്ങി 50 ലക്ഷം രൂപയ്ക്ക്. ദ പ്ലാന്റ് ബിക്കെയിം ഓപ്പറേഷണൽ ഓൺ 1/4/2015. ആ പ്ലാന്റ് ഉപയോഗയോഗ്യമായത് 1/4/2015 മനസ്സിലായല്ലോ. ഉപയോഗയോഗ്യമാക്കിയത് 1/4/2015 കമ്പനി ഹാഡ് കമ്പോണൻറ്റൈസ്ഡ് ദ പ്ലാൻ ആസ് The company had componentized the plant as main 80% of the cost and component 1 20% of the cost as per the following details. അതായത് ഇവിടെ സിമ്പിളാണ്, താഴെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ചന്ദ്ര ലിമിറ്റഡ് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു, പ്ലാന്റ് പർച്ചേസ് ചെയ്തു, 50 ലക്ഷം രൂപയാണ്. ആ പ്ലാന്റ് ഓപ്പറേഷനിലായത് 1/4/2015. കമ്പനി അതെന്ത് ചെയ്തു, കമ്പോണൻറ്റൈസ് ചെയ്തു. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ തന്നെ കമ്പോണൻറ്റൈസ് ചെയ്തു. ആ കമ്പോണൻറ്റൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടീഷൻ 80% മെയിനായിട്ടും കമ്പോണൻറ്റ് അതായത് മെയിൻ മെഷീനറിയുടെ പാർട്ട് 80%, കമ്പോണൻറ്റ് 1 എന്ന് പറഞ്ഞത് 20% ആയിട്ടാണ് ഇവർ കമ്പോണൻറ്റൈസ് ചെയ്തത്. ഇനി താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഇങ്ങനെ കോളൊക്കെ വരച്ച് 3-4 കോളത്തിലൊക്കെ തന്നിട്ടുണ്ട്. കുട്ടികളത് കണക്കാക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കോളൊക്കെ വരയ്ക്കുമ്പോൾ വലിയൊരു പ്രോബ്ലം പോലെ തോന്നും. അതല്ല, അങ്ങനെയല്ല, സിമ്പിളാണ്. ഇനീഷ്യൽ കോസ്റ്റ് മെയിനിന് 40 ലക്ഷവും കമ്പോണൻറ്റിന് 10 ലക്ഷവും, അങ്ങനെ 50 ലക്ഷം. മനസ്സിലായല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 40 ലക്ഷം 10 ലക്ഷമാണ്. അങ്ങനെയാണ് ടോട്ടൽ 50 ലക്ഷത്തിന് അവരെന്ത് ചെയ്ത് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്, അസറ്റ് വാങ്ങിയത്. യൂസ്ഫുൾ ലൈഫ് ഇൻ ഇയേഴ്സ് മെയിനിന് 30 വർഷമാണ്, കമ്പോണൻറ്റിന് എത്രയാണ് 10 വർഷമാണ് ലൈഫ് എന്ന് പറയുന്നത്. റെസിഡ്യൂവൽ വാല്യൂ പെർസെൻറ്റേജ് ഓൺ ഇനീഷ്യൽ കോസ്റ്റ് 40 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 2 ലക്ഷം അല്ലേ, 2 ലക്ഷം. അതുപോലെ തന്നെ 10 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 50,000 രൂപ.
ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നിന്ന് കമ്പ്യൂട്ട് ദ ഡിപ്രീസിയബിൾ എമൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കാണണം? ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് നേരത്തെ പഠിച്ചത്? കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിപ്രീസിയബിൾ എമൗണ്ട് എങ്ങനെ കാണാം? ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 40 lakhs കോസ്റ്റ് അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് കോസ്റ്റ് 40 lakhs മൈനസ് എന്താണ്? റെസിഡ്യൽ വാല്യൂ 5% അല്ലേ. 5% റെസിഡ്യൽ വാല്യൂ. അപ്പോൾ 40 ലക്ഷത്തിൽ നിന്ന് 5% കുറയ്ക്കുമ്പോൾ 38 ലക്ഷം കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഫോർ എ ഇയർ എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ ഇതാണ് ഡിപ്രീസിയബിൾ എമൗണ്ട് 38 lakhs അല്ലേ. ഇനി അതിനെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ വർഷം ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ കിട്ടും. ദെൻ താഴെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 38 lakh ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 1,26,667. 1,26,667 രൂപയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനായിട്ട് വരുന്നത്. ഇനി കമ്പോണൻറ്റ് 1 ഇതേപോലെ തന്നെ എന്താണ് കമ്പോണൻറ്റ് 1 ചെയ്യുക? ഇനീഷ്യൽ കോസ്റ്റ് 10 lakhs ലെസ് റെസിഡ്യൽ വാല്യൂ 50,000. ദെൻ എന്ത് ചെയ്യുക? അത് കുറയ്ക്കുക. 10 ലക്ഷത്തിൽ നിന്ന് 50,000 കുറയ്ക്കുക. 9,50,000 9,50,000. ദെൻ എന്ത് ചെയ്യുക? യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 10 വർഷമാണ്. അപ്പോൾ 9,50,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കിട്ടും എത്രയാണ്? 95,000 ആണ് ഡിപ്രീസിയേഷൻ വരിക. ഡബിൾ ലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷനോ എന്തൊക്കെ പ്രോബ്ലത്തിൽ ഒരു അഡീഷണലായിട്ട് തന്നോ കുട്ടികൾ അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? കോസ്റ്റ് വാല്യൂ മൈനസ് റെസിഡ്യൽ വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ ദ ലൈഫ് ഓഫ് ദ മെഷീൻ അല്ലേ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ആദ്യത്തെ കമ്പോണൻറ്റിന് 40 ലക്ഷമായിരുന്നു, മൈനസ് റെസിഡ്യൽ വാല്യൂ 2 ലക്ഷം. അപ്പോൾ നമുക്ക് 38 lakh കിട്ടി. ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാണ്? 30 years ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവുന്നു. മെത്തേഡ് അപ്പോൾ ഇവിടെ ഇതിന് മുൻപല്ല കഴിഞ്ഞത്, ഇപ്പോഴാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികൾ. ദർ ആർ മെയിൻലി എന്താണ്? 3 methods ഓഫ് എന്താണ്? ഡിപ്രീസിയേഷൻ. 3 methods ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ മെത്തേഡ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മെത്തേഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും മെത്തേഡ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് മാറ്റേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ കോൺസ്റ്റൻറ്റ് ചാർജ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ്. അത് കൃത്യമായിട്ടുള്ള ചാർജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 rupees ഒരു പ്രോഡക്റ്റ് വാങ്ങി, അതിന് 10% ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ 10% ചെയ്യാത്ത എത്രയാണ്? 100 രൂപ വെച്ച് എല്ലാ വർഷവും. അപ്പോൾ 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും? അത് അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിയും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, ഒരു മാറ്റമില്ലാത്ത എമൗണ്ട് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറയും. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഡിക്രീസിങ് ചാർജ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ്. അവിടെ എന്ത് വരുന്നു? ഡിക്രീസിങ് ചാർജ് വരുന്നു. ഇതൊന്നും ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ 1000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങി 10% ആണ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും 10%. അപ്പോൾ ആദ്യത്തെ വർഷം 1000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അത് കുറച്ചു. ആദ്യത്തെ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് 900 രൂപ കിട്ടി. അടുത്ത വർഷം വീണ്ടും 10%. ഏതിൻ്റെ മുകളിലാണ് 10%? റിട്ടേൺ ഡൗൺ വാല്യൂ, ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്? 900 അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ വരുന്നത് എത്രയാണ്? 900ൻ്റെ 10% എന്ന് പറയുമ്പോൾ
90 രൂപ, അത് കുറച്ചു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എമൗണ്ട് വരുന്നത് 810 രൂപ അല്ലേ. 900 നിന്ന് 90 പോയാൽ 810. അപ്പോൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 81 രൂപ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഇതിന് ഡിമിനിഷിങ് എന്നുള്ള വാല്യൂ വന്ന്? ഇതിങ്ങനെ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് ഡിപ്രീസിയേഷനിൽ പേര് വന്ന്. മൂന്നാമത്തെ പോയിൻ്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചില ടൈപ്പ് ഓഫ് അസറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര യൂണിറ്റ് അതിൽ നിന്ന് എടുത്തു എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ക്വാറി യൂണിറ്റ്, കരിങ്കൽ ക്വാറി. അതിന് കരിങ്കൽ ക്വാറി എടുക്കും തോറും വളരില്ല, അത് ഉണ്ടാവില്ല. എന്ത് ചെയ്യാണ്? കുറേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമായി അല്ലേ. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. കരിങ്കല്ലൊക്കെ കുഴിക്കാൻ പറ്റിയ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അപ്പോൾ കരിങ്കൽ ക്വാറിയുടെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? അത് എത്ര യൂണിറ്റ് നമ്മൾ കുഴിച്ചെടുത്തു അതിൻ്റെ ബേസിലാണ് അതിനെ എന്ത് കാണുക? ഡിപ്രീസിയേഷൻ കാണുക. അപ്പോൾ അത്തരം യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ. അപ്പോൾ ദർ ആർ മെയിൻലി 3 മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. ഇത്രയാണ് നമുക്ക് ഡിപ്രീസിയേഷനിൽ പറയാനുള്ളത്. അടുത്തത് ഡീ റെക്കഗ്നൈഷൻ ഓർ എലിമിനേഷൻ ഫ്രം ബാലൻസ് ഷീറ്റ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഡിപ്രീസിയേഷൻ എപ്പോഴാണ് നിർത്തുക, ഡിപ്രീസിയേഷൻ എപ്പോഴാണ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഇവിടെ പറയുന്നു PPE എന്ന് പറയുന്നൊരു ഐറ്റം. എന്താ PPE? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീ റെക്കഗ്നൈസ് ചെയ്യുക, അത് ഒഴിവാക്കുക, അത് വാല്യുവേഷനിൽ നിന്ന് ഒഴിവാക്കുക. എപ്പോഴാണത് എലിമിനേറ്റ് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുക എപ്പോഴാണ്? അതിന് 2-3 കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്താണ് ഡീ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഒന്ന്, ഓൺ ഡിസ്പോസൽ ഓഫ്, അത് എന്താണ്? ഡിസ്പോസൽ നടത്തുമ്പോൾ, വിൽക്കുമ്പോൾ. ഓർ when no future economic benefits are expected from its use of disposal. അതിൽ നിന്ന് ഒരു ഇക്കണോമിക് ബെനിഫിറ്റും കിട്ടാനില്ല എന്ന് വരുമ്പോൾ അതെന്താണ്? അപ്പോഴും അതെന്ത് ചെയ്യാം? അത് നമുക്ക് ഡീ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് വിൽക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാം? അത് ഡീ റെക്കഗ്നൈസ് ചെയ്യാം. 2, അതിൽ നിന്ന് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഡീ റെക്കഗ്നൈസ് ചെയ്യാം. മനസ്സിലായോ? The gain or loss arising from the derecognition shall be included in the statement of profit or loss when the item is derecognized. മനസ്സിലായല്ലോ? അത് ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഗെയിനോ ലോസോ വന്നാൽ അത് കൃത്യമായിട്ട് എവിടെ ചെയ്യണം? എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യണം. ഹവർ ദ ഡീറെക്കഗ്നൈസൻ ഗെയിൻ ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് റവന്യൂ അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18ൻ്റെ അണ്ടറിലുള്ള റവന്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇനി 2 രീതിയിൽ അല്ലെങ്കിൽ 3 രീതിയിൽ ഇതിൻ്റെ ഡിസ്പോസൽ നടത്താം. എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക്. PPEയുടെ ഡിസ്പോസൽ, ദർ ആർ മെയിൻലി 3 മെത്തേഡ്സ് ടു ഡിസ്പോസ് PPE. ബൈ സെയിൽ, ബൈ എൻറ്ററിങ് ഇൻ ടു എ ഫിനാൻസ് ലീസ്. ഒന്ന് എന്ത് ചെയ്യാം? സെയിൽ നടത്താം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഫിനാൻസ് ലീസിൽ എൻ്റർ ചെയ്ത് അത് കൊടുക്കാം. ബൈ ഡൊണേഷൻ, ഇനി ഡൊണേഷൻ പൈസയൊന്നും വാങ്ങാതെയും അതെന്ത് ചെയ്യാം? അത് വിൽക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡീ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗത്തിൽ നിന്ന് ആ മെഷീനറി അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുക, അത് എഴുതാതിരിക്കുക, അതിനെയാണ് ഡീ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് വരിക? ഒന്നുകിൽ അത് വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ വരുമ്പോൾ. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത് എന്താണ്? അത് വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റോ ലോസോ അത് P&L അക്കൗണ്ടിൽ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. പക്ഷേ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18ൻ്റെ ഭാഗമായിട്ട് ഓപ്പറേറ്റിംഗ് ഗെയിനായിട്ട് കാണിക്കരുത്. അതെന്താണ്? അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഗെയിനാണ്, അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിസ്പോസൽ എന്ന് പറയുന്നത് PPEയുടെ ഡിസ്പോസൽ എന്ന് പറയുന്നത് 3 രീതിയിൽ നടത്താറുണ്ട്. ഒന്ന്, സെയിൽ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ലീസിൽ എൻ്റർ ചെയ്തുകൊണ്ട് അത് മാറ്റാം, അതല്ലെങ്കിൽ ഡൊണേഷനായിട്ട് എന്ത് ചെയ്യാം? ഇത് മാറ്റാം.
ഇത്രയാണ് നമുക്ക് ഈ ഏരിയയിൽ പഠിക്കാനുള്ളത്. ഇനി മാത്രമല്ല ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് കൃത്യമായിട്ട് ചില ഡയറക്ഷൻസ് കമ്പനീസ് ആക്ടിൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിന് ഭാഗമായിട്ട് ഇവിടെ ഈ പേജിൽ ഈ 57ാമത്തെ പേജിൽ വളരെ ചെറുതാക്കിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് കാണുന്നത്. ചില എക്സാമ്പിൾസ് മാത്രമാണ് അവിടെ പറഞ്ഞത്. ബിൽഡിങ്സ് എന്ന് പറയുന്നത് 60 years. അതർ ദാൻ ഫാക്ടറി ബിൽഡിംഗ്. സാധാരണ ഫാക്ടറി ബിൽഡിംഗ് അല്ലാത്ത ബിൽഡിങ്ങുകൾക്ക് 60 വർഷമാണ് അവർ എന്ത് കാണുന്നത്, ലൈഫ് കാണുന്നത്. ആര് കാണുന്നത്? ഈ ആക്റ്റിലെ ഈ സ്റ്റാൻഡേർഡ് വെച്ച് കാണുന്നത്. RCC ഫ്രെയിം സ്ട്രക്ചർ ബിൽഡിങ്സ് ആൻഡ് അതർ ദാൻ RCC സ്ട്രക്ചർ. അതായത് RCC ഫ്രെയിം സ്ട്രക്ചർ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ കാറിൻ്റെയൊക്കെ വർക്ക്ഷോപ്പുകൾ കണ്ടിട്ടുണ്ടാവും. കാറിൻ്റെയൊക്കെ ഷോറൂമിൻ്റെ ബാക്കിൽ അവരുടെ വർക്ക്ഷോപ്പുകളുണ്ട്. അത് വലിയ എന്താണ് ഉരുക്ക് ഫ്രെയിമിലായിരിക്കും അവർ തീർത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഉരുക്ക് ഫ്രെയിമിൽ നമ്മുടെ അവിടുത്തെ കാർ വർക്ക്ഷോപ്പിന് ഒരു സ്ലൈറ്റായിട്ട് സ്ലോപ്പായിട്ടുള്ള ഒരു ടൈപ്പൊക്കെയാണ് കാണുക. പക്ഷേ പല സ്ഥലത്തുള്ളത് ഫ്ലാറ്റായിട്ടുള്ള റൂഫുള്ള ടൈപ്പ് ബിൽഡിങ്ങുകളുണ്ട്. അതിന് പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ വലിയ റെയിലൊക്കെ കൊണ്ടുവന്ന് അവർ ഭിത്തി പോലെ കെട്ടാതെ ഇരുമ്പിൻ്റെ റെയിൽ വെച്ച് ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ മറ്റ് എന്താണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്ന ആ ബിൽഡിങ് പണിയുണ്ട്. അത്തരം ബിൽഡിങ്ങുകളെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, RCC ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് 30 വർഷം, ഫാക്ടറി ബിൽഡിങ്ങിന് 30 വർഷം, ഫെൻസസ്, വെൽസ്, ട്യൂബ്വെല്ല്. ഫെൻസ് എന്ന് പറയുന്നത് വേലി, അതുപോലെ തന്നെ കിണർ, ട്യൂബ്വെല്ലിനൊക്കെ 5 വർഷമാണ് പറയുന്നത് ലൈഫ് പറയുന്നത്. അതേഴ്സ് ഇൻക്ലൂഡിങ് ടെമ്പററി സ്ട്രക്ചർ, മറ്റ് ടെമ്പററി സ്ട്രക്ചറുകൾക്ക് 30 വർഷം. പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറൽ റേറ്റ് എന്ന് പറയുന്നത് 15 വർഷം. സാധാരണ ഒരു മെഷീനറിക്ക് 15 വർഷമാണ്. സ്പെഷ്യൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 13 വർഷം. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വരുന്നത് 13 വർഷമാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല, എങ്കിലും കുട്ടികൾ ഏകദേശ ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് PPE ഇൻ ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷനാണ്. കുട്ടികൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്താണ്. ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഷെയർ എന്തായിട്ട് കൊടുക്കുക, അതിൻ്റെ ക്യാഷിന് പകരം ഷെയർ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ ക്യാഷാണ് കൊടുക്കുക, അല്ലെങ്കിൽ ചെക്കാണ് കൊടുക്കുക. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഷെയർ കൊടുത്ത് ആ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുവേണ്ടി ഈ പേജ് നമ്പർ 57 ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ട് ഞാൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 21 ആണ്. അതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ: എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ആൻഡ് 12,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ. എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്തു, ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. മെഷീനറിയുടെ വാല്യൂ ഇപ്പോൾ തന്നിട്ടില്ല കേട്ടോ. ആൻഡ് 12,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ. അതിനുവേണ്ടി കമ്പനി എന്ത് ചെയ്തു, 12,000 ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ഇനി ബ്രാക്കറ്റിൽ അതിന് ശേഷം തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർ എത്രയാണ്, ₹13, ഫേസ് വാല്യൂ ₹10. അങ്ങനെ കൊടുത്തിട്ടുള്ള 12,000 ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 13 രൂപയും ഫേസ് വാല്യൂ 10 രൂപയാണ്. മനസ്സിലായല്ലോ? മാർക്കറ്റ് വാല്യൂ 13 രൂപയും ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇനി പറഞ്ഞിട്ടുള്ളത് ഫെയർ വാല്യൂ ഓഫ് ദ മെഷീനറി ഈസ് ₹1,30,000. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് മെഷീനറിക്ക്, 1,30,000. അതുതന്നെയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ വിലകൾ എത്രയാണ്, 1,30,000 ആണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ PPE ആൻഡ് ഗീവ് ദ അക്കൗണ്ടിങ് എൻട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ എന്താണ്, മാർക്കറ്റിലെ വാല്യൂ, ഫെയർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിലാണ് നമ്മൾ എന്തിനെ വിലയിരുത്തേണ്ടത്, ഈ മെഷീനറീനെ വാല്യൂ ചെയ്യേണ്ടത് ഫെയർ വാല്യൂവിലാണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം ദ വാല്യൂ ഓഫ് മെഷീനറി ഈസ് എത്രയാണ്, 1,30,000. ബിക്കോസ് എന്താണ്, ഫെയർ വാല്യൂവിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ 1,30,000. തൊട്ട് താഴെ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്നു. ജേണൽ എൻട്രി എഴുതുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ക്യാഷിനെ നമ്മൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ എഴുതുന്ന ജേണൽ എൻട്രി എന്താണോ അതേപോലെ തന്നെയാണ് എഴുതുക, അതിൽ യാതൊരു മാറ്റവുമില്ല.
അപ്പോൾ ക്യാഷിന് നമ്മളൊരു മെഷീനറി വാങ്ങിയാൽ എന്ത് ചെയ്യും? രണ്ടും റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് മെഷീനറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. മെഷീനറി വരുന്നു, ക്യാഷ് പോകുന്നു അല്ലേ? മെഷീനറി അക്കൗണ്ട് അറ്റർ 1,30,000 ടു ക്യാഷ് അക്കൗണ്ട് 1,30,000 എഴുതും. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ? ഇവിടെ കൊടുക്കുന്നത് മെഷീനറിക്ക് കൊടുക്കുന്നത് ക്യാഷ് അല്ല, ഷെയറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? മെഷീനറി അക്കൗണ്ട് അറ്റർ 1,30,000 ടു എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇക്വിറ്റിയുടെ ഫേസ് വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. ഇക്വിറ്റിക്ക് നമുക്ക് എത്രയാണ്? 13 രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ 10 രൂപയാണ്, മാർക്കറ്റ് വാല്യൂ 13 രൂപയാണ്. അപ്പം ഫേസ് വാല്യൂ മാത്രമേ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഈ മെഷീനറി വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഷെയറിൽ ചെറിയൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ കുട്ടികൾ 12,000 എന്നുള്ളത് 10,000 ഇക്വിറ്റി ഷെയർ ആക്കുക. 10,000 ഇക്വിറ്റി ഷെയർ ആക്കുക. 10,000 ആക്കിയാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മെഷീനറിയുടെ വില 1,30,000 ആണ്. അപ്പോൾ ജേണൽ എൻട്രി എഴുതുക എങ്ങനെയാണ്? മെഷീനറി അക്കൗണ്ട് അറ്റർ 1,30,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10,000 ഇൻറ്റു 10 ഫേസ് വാല്യൂ മാത്രമാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1 lakh. വീണ്ടും എന്താണ്? ടു സെക്യൂരിറ്റീസ് പ്രീമിയം 10,000 ഇൻറ്റു 3 അതിനെന്തായിട്ടാണ് കണക്കാക്കുന്നത്? സെക്യൂരിറ്റി പ്രീമിയം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 1,30,000 മെഷീനറി എന്നുള്ള മെഷീനറിക്ക് 1,30,000 രൂപ വിലയുള്ള മെഷീനറി നമ്മൾ വാങ്ങി. അതിന് നമ്മൾ എന്ത് ചെയ്തു? 10,000 ഇക്വിറ്റി ഷെയറാണ്. ടെക്സ്റ്റിൽ ആ 12,000 എന്നുള്ള കുട്ടികൾ 10,000 ആയിട്ട് മാറ്റുക. 10,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ കൊടുത്തത്, ഇഷ്യൂ ചെയ്തത്. ആ 10,000 ഇക്വിറ്റി ഷെയറിനെ മാർക്കറ്റിലെ വാല്യൂ എത്ര? ഫേസ് വാല്യൂ 10 രൂപയാണ്, മാർക്കറ്റിലെ വാല്യൂ 3 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1 lakh. ദെൻ എന്താണ്? ബാക്കി അഡീഷണലായിട്ട് 3 രൂപ കിട്ടി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എങ്ങനെ? മാർക്കറ്റ് വാല്യൂ അതായതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ് 10,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 30,000. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാനുള്ള കോസ്റ്റ് ഓഫ് പ്ലാൻഡ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ്. ഇതിൽ കോസ്റ്റ് ഓഫ് പ്ലാൻഡ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ക്യാഷ് പ്രൈസ് ഈക്വലൻ്റ് അറ്റ് ദ റെക്കഗ്നിഷൻ ഡേറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് PPE. അതിൻ്റെ ക്യാഷ് പ്രൈസ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് അസ്യൂം ചെയ്യണം. എന്താണ്? ഈ ഡെഫേർഡ് പേയ്മെൻറ്റിൻ്റെ കേസിൽ ക്യാഷ് പ്രൈസ് അസ്യൂം ചെയ്യണം. ഇപ്പോൾ എന്തായാലും ഡെഫേർഡ് പേയ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഡെഫേർഡ് പേയ്മെൻറ്റ് എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്ലാൻഡ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ് എന്നുള്ള കാറ്റഗറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്ലാൻഡ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ഇതിലെ ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സ് കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാത്തൊന്നും വരില്ല. കാരണം ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നൊരു കണ്ടീഷൻ മാത്രമല്ല എന്താണ് ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡീ റെക്കഗ്നേഷൻ ഇവിടെ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. എങ്ങനെ ഒരു അസറ്റ് ഡീ റെക്കഗ്നൈസ് ചെയ്യാം ബാലൻസ് ഷീറ്റിൽ നിന്ന്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡിൽ എന്ത് ചെയ്യാം, അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. സെയിൽ നടത്തി ഡിസ്പോസ് ചെയ്യാം, ഫിനാൻസ് ലീസിൽ എൻ്റർ ചെയ്യാം, ഡൊണേഷൻ നടത്തിയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ എന്ത് ചെയ്യണം? ഇതിൽ എന്താണ് ഡിപ്രീസിയേഷൻ, എന്താണ് കമ്പോണൻറ്റ് കോസ്റ്റ് അപ്രോച്ച്, റെസിഡ്യൂവൽ വാല്യൂ എന്താണ്, യൂസ്ഫുൾ ലൈഫ് എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ PPE ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.